Hi friends, welcome to St. Mary's Learning Academy Irajapeta. St. Mary's Learning Academy Irajapeta, കേരള സ്റ്റേറ്റ് സിലബസ് CBSE, ICSE വിവിധ വിഷയങ്ങൾക്കുള്ള ട്യൂഷൻ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ കേറ്റഡ്, സെറ്റ്, PSC മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകളും ലഭ്യമാണ്. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 790-724-1846 9497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടാണ് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. അതുപോലെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും അവസരമുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസ് വിവിധ വിഷയങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ ലഭ്യമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും കോച്ചിംഗ് ക്ലാസുകൾ ലഭ്യമാണ്. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 790-724-1846 9497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്. കേരള സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 10 കെമിസ്ട്രി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ. നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഗ്യാസ് ലോസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിസ്ട്രി അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്ററിൽ മെറ്റൽസിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഈ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം 9ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ മിക്ക ചാപ്റ്റേഴ്സ്. കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്റർ. നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല +1, +2 ആ ക്ലാസ്സുകളിലോട്ട് ചെല്ലുമ്പോഴും തുടർന്ന് കെമിസ്ട്രി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്റർ. അതുകൊണ്ട് ഈ ചാപ്റ്റർ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ PGക്കൊക്കെ കെമിസ്ട്രി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ അതിനെ കുറിച്ചുള്ള അറിവ് അത്യാവശ്യം ആണ്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ആദ്യത്തെ ചാപ്റ്റർ എന്ന്. നിങ്ങൾ തന്നെ ഓർക്കുന്നതാണ് 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. 9ാം ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 4ാം ചാപ്റ്ററിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചത്. 4ാം ചാപ്റ്റർ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ്, പീരിയഡ്സ്, അതുപോലെ തന്നെ വിവിധ ഫാമിലി, ഗ്രൂപ്പിന്റെ ഫാമിലിയിൽ വരുന്ന ഏതൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലർ ഓർക്കുന്നതാണ്, ചിലര് മറന്നുപോയിട്ട് കാണും. നമുക്ക് ആ 9ാം ക്ലാസ്സിലെ ബേസും കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യ ഭാഗത്ത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് പീരിയോഡിക് ടേബിൾ അതിനെ കുറിച്ചാണ് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പൊ നമുക്കറിയാം എലമെന്റ്സ്, കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്, സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മൂലകങ്ങൾ സംയോജിച്ചാണ് പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
നമ്മളത് 9ാം ക്ലാസ്സിൽ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതാണ്. സബ്സ്റ്റൻസ് ഇൻ ദി യൂണിവേഴ്സ് ആർ ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്. അപ്പൊ ഈ എലമെന്റ്സിനെ എല്ലാം ഒരു പർട്ടിക്കുലർ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പീരിയോഡിക്കൽ ടേബിൾ എന്ന് വിളിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, നമുക്കറിയാവുന്ന എലമെന്റ്സ് അതിന്റെ എല്ലാം ക്ലാസിഫിക്കേഷൻ, അതിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി, ചരിത്രമൊക്കെ എപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അത് വന്നത്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ എന്ന ഒരു ആശയം അതിന് തുടക്കം കുറിക്കുന്നത് ലവോയിസിയർ ആണ്. ലവോയിസിയർ ആണ് ആദ്യമായിട്ട് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അന്ന് വരെ അറിയാമായിരുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തത് ലവോയിസിയർ ആണ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നടത്തിയത് ഡോബർണിയർ ആണ്. പിന്നീട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമം നടത്തിയത് ഡോബർണിയർ ആണ്. അത് ഡോബർണിയർ ട്രയാഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 എലമെന്റ്സ്, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 3 എലമെന്റ്സ് അവയുടെ ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് പ്രധാനമായിട്ടും ഡോബർണിയർ ചെയ്തത്. പിന്നീട് ഈ മേഖലയിൽ ശ്രമങ്ങൾ നടത്തിയത് ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് അന്ന് വരെ അറിയാമായിരുന്ന 56 എലമെന്റ്സിനെ അറ്റോമിക് മാസസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് ന്യൂലാൻഡ്സ് നടത്തിയത്. ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു. അതിനുശേഷമാണ് ഒരു ടേബിൾ രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഇന്ന് കാണുന്ന ടേബിൾ രൂപമാണ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ കെമിസ്ട്രിയുടെ ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും അതിന്റെ അകത്ത് പീരിയോഡിക് ടേബിളിന്റെ ഒരു ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ 1ാം ചാപ്റ്ററിന്റെ അവസാന ഭാഗം ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മളൊരു പീരിയോഡിക് ടേബിളിന്റെ ഒരു റെപ്രസെന്റേഷൻ, ഒരു കുട്ടി ഇരിക്കുന്നതിന്റെ മുകളിൽ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു പിക്ചർ അതും കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള പീരിയോഡിക് ടേബിൾ അതിന് തുടക്കം കുറിച്ചത് മെൻഡലീവ് ആണ്. റഷ്യൻ സയന്റിസ്റ്റ് ആയിരുന്ന ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്, അദ്ദേഹമാണ് പീരിയോഡിക് ടേബിൾ ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തത്. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, ഒരു ടേബിളിന്റെ രൂപത്തിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് മെൻഡലീവ് ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? 9ാം ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. കാരണം ആദ്യമായിട്ട് എലമെന്റ്സിനെ ഒരു ടേബിളിന്റെ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് മെൻഡലീവ് ആണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ മെൻഡലീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെൻഡലീവ് എങ്ങനെയായിരുന്നു എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? അതും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. മെൻഡലീവ് എലമെന്റിനെ ക്ലാസിഫൈ ചെയ്തത് അറ്റോമിക് മാസസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു മെൻഡലീവ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് മാസസ്. എലമെന്റ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസസ് അതിനെ ആസ്പദമാക്കിയാണ് മെൻഡലീവ് പ്രധാനമായിട്ടും പീരിയോഡിക് ടേബിൾസിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ 63 എലമെന്റ്സ് ആണ് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ ഫിഗറിലൊക്കെ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ അത് പ്രധാനമായിട്ടും മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന അറ്റോമിക് നമ്പർ അതിന്റെ ആസ്പദമാക്കിയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് നമ്പർ. അപ്പൊ മോസ്ലി ആണ് പ്രധാനമായിട്ടും ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന് പിന്നിൽ പ്രവർത്തിച്ചത്. മോസ്ലി അദ്ദേഹമാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 9ാം ക്ലാസ്സിലെ ആദ്യ ഭാഗത്ത്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പീരിയോഡിക് ടേബിൾസിന്റെ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്.
അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ആ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്കിത് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ കേസ് വരുമ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾസിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. പീരിയോഡിക് ടേബിളിലെ വെർട്ടിക്കൽ കോളം നമുക്ക് ഇവിടെ തന്നെ കാണാം, വെർട്ടിക്കൽ കോളം കാണാം മുകളിലെ ആ ഫിഗറില്. അപ്പൊ വെർട്ടിക്കൽ കോളം, ആ വെർട്ടിക്കൽ കോളംസ് ആണ് പ്രധാനമായിട്ടും പീരിയഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെർട്ടിക്കൽ കോളംസ് ഇൻ ഗ്രൂപ്പ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെർട്ടിക്കൽ കോളംസ് ഇൻ പീരിയോഡിക് ടേബിൾസ്, അതാണ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ്, അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട് അതും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. 18 ഗ്രൂപ്പാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 18 ഗ്രൂപ്പാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് പീരിയഡ്സ്. പീരിയഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹൊറിസോണ്ടൽ റോസിനെയാണ് പീരിയഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പീരിയഡ്സ് മൊത്തം 7 പീരിയഡ്സ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. 7 പീരിയഡ്സ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 1ാമത്തെ പീരീഡ്. അതിൻ്റെ അകത്ത് 2 എലമെന്റ്സ് മാത്രമുള്ള 1ാമത്തെ പീരീഡ്, അതാണ് ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ച്, മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഗ്രൂപ്പ് അത് ഏത് ഫാമിലിയാണ് വരുന്നത് അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കാര്യവും നമ്മൾ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. 1ാമത്തെ ഗ്രൂപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ് വരുന്നത്. ഒന്നുകൂടെ ഓർത്തെടുക്കുക. ഗ്രൂപ്പ് നമ്പർ 1 ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് വരുന്നത്. പിന്നെ 3 to 12 എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ആണ് വരുന്നത്. നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അന്ന് മനസ്സിലാക്കിയതാണ്. 3 to 12 ട്രാൻസിഷൻ മെറ്റൽസ്. ഗ്രൂപ്പ് നമ്പർ 13 എന്ന് പറയുമ്പോൾ വരുന്നത് ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് നമ്പർ 13 ബോറോൺ ഫാമിലി. 14 ഏതാണ്? കാർബൺ ഫാമിലിയാണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 14 വരുന്ന കാർബൺ ഫാമിലി. ഗ്രൂപ്പ് നമ്പർ 15 വരുന്ന ഏതാണ്? നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് നമ്പർ 15 നൈട്രജൻ ഫാമിലി. 16 വരുന്നത് ഓക്സിജൻ ഫാമിലിയാണ്. ഗ്രൂപ്പ് നമ്പർ 16 ഓക്സിജൻ ഫാമിലിയാണ് വരുന്നത്. പിന്നെ 17 വരുന്ന ഹാലജൻസ് ആണ് വരുന്നത്. 17 ഹാലജൻസ് വരും. 18 വരുന്നത് നോബിൾ ഗ്യാസസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 18 വരുന്നത് നോബിൾ ഗ്യാസസ് ആണ് വരുന്നത്. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മൾ പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഏതും ഫാമിലിയിലാണ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പീരിയോഡിക് ടേബിൾ വെച്ച് ഇവാലുവേഷൻ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓർത്തിരിക്കുക. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 1 ആൽക്കലി മെറ്റൽസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് വരുന്നത്. 3 മുതൽ 12 വരെ ട്രാൻസിഷൻ മെറ്റൽസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 13 ബോറോൺ ഫാമിലി ആണ് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 14 കാർബൺ ഫാമിലി ആണ് വരുന്നത്. 15 നൈട്രജൻ ഫാമിലി ആണ് വരുന്നത്. 16 ഓക്സിജൻ ഫാമിലി ആണ് വരുന്നത്. 17 ഹാലജൻസ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ 18 നോബിൾ ഗ്യാസസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഗ്രൂപ്പ് 3 to 12 എലമെന്റ്സ് പ്രസന്റ് ഇൻ ഗ്രൂപ്പ് 3 to 12 അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പ്രധാനമായിട്ട് വിളിക്കുന്നത്. 3 to 12 അതിനെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് 18 അതാണ് നോബിൾ ഗ്യാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോബിൾ ഗ്യാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രൂപ്പ് 18 ആണ്. അതുപോലെ തന്നെ നമ്മൾ വിവിധ എലമെന്റ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് മാൻമെയ്ഡ് എലമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്. രണ്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മാൻമെയ്ഡ് എലമെന്റ്സും വരുന്നുണ്ട്, നാച്ചുറൽ എലമെന്റ്സും വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മാൻമെയ്ഡ് എലമെന്റ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 43 വരുന്ന ടെക്നീഷ്യം ആണ്. അറ്റോമിക് നമ്പർ 43 ടെക്നീഷ്യം, അതാണ് ആദ്യത്തെ മാൻമെയ്ഡ് എലമെന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മോഡേൺ പീരിയോഡിക് ടേബിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് എലമെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ എലമെന്റിന്റെ സിമ്പിൾ ഏതാണ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അറ്റോമിക് നമ്പർ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാസ് നമ്പർ അതിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അത്രയുമാണ് നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ആ കാര്യങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഓർത്തിരിക്കുക, പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലോട്ട് തന്നെ വരാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ആദ്യ ഭാഗത്ത് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പം വിവിധ ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാം. നമുക്ക് ഒരു ചോദ്യം ഇതിന്റെ ആദ്യ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്, ഈസ് ദെയർ ആൻ ആറ്റം മോഡൽ അതർ ദാൻ ബോർ മോഡൽ? ഇപ്പൊ ബോർ മോഡൽ അല്ലാതെ വേറെ ഏതെങ്കിലും ആറ്റം മോഡൽ ഉണ്ടോ? ആർ ദെയർ ഷെൽസ് ഇൻസൈഡ് ഷെൽസ്? ഷെൽസിന്റെ അകത്ത് വേറെ ഷെല്ലുകൾ ഉണ്ടോ? ദി സീക്രട്ട് ഇൻസൈഡ് ആൻ ആറ്റം ആർ അൺഎൻഡിങ്. അപ്പൊ ആറ്റത്തെ കുറിച്ചുള്ള സീക്രട്സ്, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആറ്റത്തിന്റെ ഉള്ളറകൾ തേടി എന്നാണ് നമ്മുടെ ആ പുസ്തകം തന്നെ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളറകൾ അത് കണ്ടെത്തുന്നതിനായിട്ട് ശാസ്ത്രലോകം ഇന്നും ധാരാളം ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. യു മേ ഹാവ് ദി സെയിം ക്യൂരിയോസിറ്റി ആസ് ടു ദാറ്റ് ഓഫ് ദി ചൈൽഡ് when you have read about the structure of atom. ഇപ്പൊ നിങ്ങൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്കും അതിന്റെ ഉള്ളറകൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലും എത്തിക്കാണുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ശാസ്ത്രലോകവും ഈ മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ വീണ്ടും അതിന്റെ ഉള്ളറകൾ തേടി രഹസ്യങ്ങൾ അഴിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സയന്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് ഡെവലപ്ഡ് കൺസെപ്റ്റ്സ് അബൌട്ട് ആൻ ആറ്റം ത്രൂ മെനി എക്സ്പെരിമെന്റ്സ് ആൻഡ് അസംപ്ഷൻസ്. ഇപ്പൊ ഈ ആറ്റത്തെ കുറിച്ചുള്ള പല ഗവേഷണങ്ങളും ശാസ്ത്രലോകം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം എക്സ്പെരിമെന്റ്സ്, അതുപോലെ തന്നെ അസംപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വെച്ച് പല കാര്യങ്ങളും, അങ്ങനെ പല സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇന്നും നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ കെമിസ്ട്രിയുടെ ഒക്കെ ഒരുപക്ഷെ സ്കൂളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി ലാബ് ഉണ്ട്. ലാബിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലാബ് കണ്ടിട്ട് കാണും. അപ്പൊ ആ ലാബിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന പോലെ ശാസ്ത്രലോകവും ധാരാളം നിരീക്ഷണങ്ങളും ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റ്സും ഒക്കെ വഴി ഈ ആറ്റത്തിന്റെ ഉള്ളറകൾ അത് തേടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. You know that the periodic table in which there is a comprehensive classification of elements is based on atomic structure. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിളും അറ്റോമിക് സ്ട്രക്ചർ അതിനെ ആസ്പദമാക്കിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന്. ഞാൻ ഈ ക്ലാസ്സിന്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്ന കാണും. പീരിയോഡിക് ടേബിളിൽ ആദ്യകാലത്ത് അറ്റോമിക് മാസ് വെച്ചൊക്കെയായിരുന്നു എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ 120 എലമെന്റ്സ് ഉള്ള ആ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെന്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ? എലമെന്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഓർക്കുന്ന കാണും, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്ന കാണും.
വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ? എന്താണ്? നമ്മൾ ആദ്യം സൂചിപ്പിച്ചു എന്താണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ ആസ്പദമാക്കിയാണ് എലമെന്റ്സിനെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഹൗ എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എപ്രകാരമാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ അറ്റോമിക് നമ്പർ. എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. If you know the atomic number of an element, you can determine its position and nature from the periodic table. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ അറിയാം എന്ന് വിചാരിക്കാം. നമുക്ക് അല്ലെങ്കിൽ ആ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പറിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു ധാരണ ഉണ്ട് എങ്കിൽ ആ എലമെന്റ്സ് എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ വരുന്നത്, അതുപോലെ തന്നെ ആ എലമെന്റ്സിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് ഉണ്ടെങ്കിൽ ആ എലമെന്റിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ആ എലമെന്റ് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ആ പീരിയോഡിക് ടേബിൾ ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. എന്നിട്ട് ആ പീരിയോഡിക് ടേബിൾ നോക്കി ആ എലമെന്റ്സും അതുപോലെ തന്നെ അവയുടെ അറ്റോമിക് നമ്പറും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് നിങ്ങളെ സഹായിക്കും. If you know the atomic number of an element, you can determine its position and nature from the periodic table. Atomic number of sodium is 11. അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ അതാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ഒരു ചെറിയൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ ഫോർമുല എന്താണ്? Na, സോഡിയം Na, അറ്റോമിക് നമ്പർ 11. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 281. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 281. അപ്പൊ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വരുന്നത്? ഗ്രൂപ്പ് നമ്പർ 1 ആണ് വരുന്നത്. നിങ്ങളിവിടെ ആൻസർ ആയിട്ട് എഴുതുക, ഗ്രൂപ്പ് നമ്പർ 1 ആണ് വരുന്നത്. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ പീരീഡ് നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ പീരീഡ് നമ്പർ എത്രയാണ് വരുന്നത്? പീരീഡ് നമ്പർ 3 ആണ് വരുന്നത്. അപ്പൊ അവിടെ എഴുതാം പീരീഡ് നമ്പർ എത്രയാണ്? പീരീഡ് നമ്പർ 3 ആണ് വരുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ഗ്രൂപ്പ് 1 എലമെന്റ് എ മെറ്റൽ ഓർ എ നോൺ മെറ്റൽ? ഈ ഗ്രൂപ്പ് 1 എലമെന്റ് ഒരു മെറ്റൽ ആണോ അതോ നോൺ മെറ്റൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 1 എലമെന്റ് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? ഗ്രൂപ്പ് 1 എലമെന്റ്സ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചതാണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഗ്രൂപ്പ് 1 എലമെന്റ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ് ആ ഫാമിലിയാണ് ഗ്രൂപ്പ് 1 എലമെന്റ്സ് വരുന്നത്. അപ്പൊ എന്താണ് ഗ്രൂപ്പ് 1 എലമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈസ് ദിസ് ഗ്രൂപ്പ് 1 എലമെന്റ് എ മെറ്റൽ ഓർ നോൺ മെറ്റൽ? ആൽക്കലി മെറ്റൽസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ട മെറ്റൽസ് എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതൊരു മെറ്റൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ മെറ്റൽ എന്നാണ് എഴുതേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ സ്പേസ് ഉള്ളിടത്ത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക, ആൻസർ ഒന്ന് എഴുതി വെക്കുക. ആദ്യത്തെ ഗ്രൂപ്പ് നമ്പർ 1, പിന്നെ പീരീഡ് നമ്പർ 3, അതുപോലെ തന്നെ മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ മെറ്റൽ എന്നാണ് എഴുതേണ്ടത്. The classification in this table is done in such a way that we can analyze and predict the properties of the elements. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷത എന്താണ്? നമ്മൾ അത് കണ്ടു. മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ എലമെന്റ്സ് അതിന്റെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ എടുത്തു പറയപ്പെട്ട ഒരു സവിശേഷത. Let us see how the latest knowledge about an atom and periodic table are related. അപ്പം ആറ്റം അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ അതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുവാൻ പോകുന്നത്. You have learned about various atom models. നമ്മൾ വേരിയസ് ആറ്റം മോഡൽസിനെ കുറിച്ചൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ബോർസ് മോഡൽ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. You have learned about various atom models.
According to Bohr model, in an atom, electrons are arranged in various shells around nucleus and they are filled in increasing order of the energy. അപ്പം ബോർസ് മോഡൽ നമ്മൾ അതിനെ കുറിച്ച് ഒൻപതാം ക്ലാസ്സിലെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ബോർസ് മോഡലിനെ കുറിച്ച്. അപ്പം ബോർസ് മോഡലിൽ എപ്രകാരമാണ് അറേഞ്ച്മെന്റ് നടത്തിയിരിക്കുന്നത്? ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ വേരിയസ് ഷെൽസ്. ഇലക്ട്രോൺസിനെ ഡിഫറെന്റ് ഷെൽസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറൌണ്ട് ദി ന്യൂക്ലിയസിന് ചുറ്റും വേരിയസ് ഷെൽസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി അതനുസരിച്ചാണ് അത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ വേരിയസ് ഷെൽസ് അറൌണ്ട് ദി ന്യൂക്ലിയസ് and they are filled in increasing order of their energy. Increasing order of their energy യിലാണ് അത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി as the distance from the nucleus increases, the energy of the electrons in the shell increases and attractive force between the nucleus and electrons decreases. അപ്പം ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് in the shells increases. Energy of the electrons increase ചെയ്യുന്നു. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ അട്രാക്റ്റീവ് ഫോഴ്സ് അതിന് എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ആസ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ്, എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽസ് increases and attractive force between the nucleus and electrons decreases. ഇതൊക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് SSLC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. As the distance from the nucleus increases, energy of the electrons in the shells dash എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓപ്ഷൻ ആയിട്ട് എഴുതേണ്ടത് ഇൻക്രീസസ് എന്നാണ്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഡിക്രീസസ് എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ സബ് ഷെൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ബോർസ് മോഡൽ അതിന്റെ കാര്യവും ഷെല്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് സബ് ഷെൽസ് അതിനെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, വീണ്ടും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ദി നെയിംസ് എസ് പി ഡി എഫ് ആർ ഗിവൺ ടു ദി സബ് ഷെൽസ് based on the words indicating certain properties related to atomic spectra of elements. അപ്പം എസ് പി ഡി എഫ് അങ്ങനെയാണ് സബ് ഷെൽസിന് പേര് നൽകിയിരിക്കുന്നത്. നമ്മൾ ആദ്യമുള്ള ആ പിക്ചർ നിങ്ങൾ വീണ്ടും ആ പിക്ചർ ഒന്ന് നോക്കാം. ആ പിക്ചറിന്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് എലമെന്റ്സ്, എസ് ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ പല ബ്ലോക്ക് ആയിട്ടാണ് എലമെന്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. The names S, P, D, F are given to subshell based on the words indicating certain properties related to atomic spectra of elements. S എന്ന് പറയുമ്പോൾ ഷാർപ്പ് ആണ് വരുന്നത്, P principal, D diffuse, F fundamental. According to modern theories of atomic structure, electrons revolve in a three-dimensional region around the nucleus. അപ്പം പുതിയ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പുതിയ തിയറീസ് അതിനെയൊക്കെ ആസ്പദമാക്കി അറ്റോമിക് സ്ട്രക്ചർ അതിനെ പറ്റിയുള്ള പുതിയ കൺസെപ്റ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഒരു 3-dimensional റീജിയനിലാണ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറീസ് ഓഫ് അറ്റോമിക് സ്ട്രക്ചർ, electrons revolve in 3-dimensional regions around the nucleus. Each main energy level has a sublevels or subshell. ഓരോ സബ്ഷെൽസ് അതും ഉണ്ട്. In these subshells there are regions where there is a high probability of finding electrons. ഈ സബ്ഷെൽസിന്റെ അകത്ത് ചില പർട്ടിക്കുലർ റീജിയൻസ് ഉണ്ട്, അവിടെ നമുക്ക് ഇലക്ട്രോൺസിനെ കാണുന്നതിനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതൽ ആണ്. In these subshells there are regions where there is high probability of finding electrons. These are known as orbitals. ഇവയാണ് ഓർബിറ്റൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോട്ട് ചെയ്തേക്കുക, എന്താണ് ഓർബിറ്റൽസ്? എന്താണ് ഓർബിറ്റൽസ്? There are regions where there is high probability of finding electrons. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർബിറ്റൽസ് എന്ന് വിളിക്കാറ് ഉള്ളത്. The maximum number of electrons that can be accommodated in an orbital is 2. അതൊന്ന് നോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ടാണ്. എത്ര ഇലക്ട്രോൺസ് ആണ് നമുക്ക് മാക്സിമം ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്?
2 ആണ് അക്കോമഡേറ്റ് ചെയ്യാവുന്നത്. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ആൻ ഓർബിറ്റൽ ഈസ് എത്രയാണ്? 2 ആണ് വരുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ആൻ ഓർബിറ്റൽ ഈസ് 2. രണ്ടെണ്ണമാണ് മാക്സിമം ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ആൻ ഓർബിറ്റൽ എത്രയാണ്? 2 ആണ് അത് അക്കോമഡേറ്റ് ചെയ്യുവാൻ പറ്റുന്നത്. The S subshell has only one orbital with a spherical shape. X subshellന് എത്രയുണ്ട്? ഒരു ഓർബിറ്റലാണ് ഉള്ളത്. P subshell, S subshellന് ഒരു ഓർബിറ്റലാണ് ഉള്ളത്. അതുപോലെ തന്നെ P subshell, the P subshell has 3 orbitals which are dumbbell shape. ഇപ്പൊ P subshellനാണെങ്കിൽ 3 ഓർബിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ D subshell 5 ഓർബിറ്റൽസ് ഉണ്ട്. F subshellന് 7 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. പ്രധാനപ്പെട്ടാണ് ഓരോ ഓർബിറ്റൽസ് സബ്ഷെൽസ്. S subshellന് ഒരു ഓർബിറ്റലാണ് ഉള്ളത്. P subshell, Pക്ക് എത്രയാണ് ഉള്ളത്? Pക്ക് 3 ആണ് ഉള്ളത്. അതുപോലെ തന്നെ D subshellന് എത്രയാണ് ഉള്ളത്? Dക്ക് 5 ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ F subshell നോക്കുവാണെങ്കിൽ 7 ആണ് ഉള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ചേക്കാം. ഓരോ സബ്ഷെല്ലിലെ ഓർബിറ്റൽസ്. The shape of these orbitals are more complex. ഓർബിറ്റൽസ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ആണ് ഷേപ്പ് വരുന്നത്. നമുക്ക് അതിന്റെ പിക്ചറൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ മനസ്സിലാക്കിയത് സബ്ഷെൽസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. As the distance from the nucleus increases, the energy of the electrons in the shells increases and the attractive force between the nucleus and electrons decreases. Electronic configuration of lithium നമുക്ക് തന്നിട്ടുണ്ട് 2,1. Li lithium electronic configuration എത്രയാണ്? 2,1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. Like this, write the electronic configuration of sodium and argon. ഇലക്ട്രോണിക് സോഡിയത്തിന്റെ എത്രയാണ്, അതുപോലെ തന്നെ ആർഗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് എന്ന് ടേബിൾ 1.1 അതിൻ്റെ അകത്ത് എഴുതുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയവും ആർഗണും. അപ്പോൾ നമുക്ക് ഷെൽസ് തന്നിട്ടുണ്ട്. KLM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോഡിയത്തിന്റെ എത്രയാണ് വരുന്നത്? KLM. അതിൻ്റെ അത് വരുന്നത് 11 ആണ് ടോട്ടൽ. ടോട്ടൽ 11 ആണ് വരുന്നത്. എമ്മിനകത്ത് 1 വരും. ഇവിടെ നമുക്ക് ഓരോന്നിന്റെ ആൻസർ എഴുതുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ എണ്ണയുടെ വരുമ്പോഴത്തേക്കും ആദ്യത്തെ വരുന്നത് ഏതാണ് വരുന്നത്? കെ ഷെല്ലിന്റെ അകത്ത് എത്രയാണ് വരുന്നത്? കെ ഷെല്ലിന്റെ അകത്ത് വരുന്നത് 2 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ 2 ആണ് എഴുതേണ്ടത്. ആദ്യത്തെ 2 ആണ് നമുക്ക് വരുന്നത്. ആദ്യത്തെ 2 ആണ് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. കെ ഷെല്ലിന്റെ വരുമ്പോഴത്തേക്ക് KLM അങ്ങനെ ഓരോന്നിന്റെ ആൻസർ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ കെ ആണ് നമ്മൾ ആദ്യത്തെ എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഷെൽസ് അതിന്റെയാണ് ഇവിടെ എഴുതാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് സോഡിയത്തിനെയാണ് എഴുതുന്നത്. അപ്പൊ സോഡിയത്തിന്റെ ആദ്യത്തെ നമ്മൾ എഴുതേണ്ട കെ ഷെല്ലിന്റെ അകത്ത് എത്രയാണ് വരുന്നത്? കെ ഷെല്ലിന്റെ അകത്ത് വരുന്ന 2 ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ 2 എന്ന് എഴുതാം. കെ ഷെല്ലിന്റെ അകത്ത് 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത വരുന്ന എൽ ഷെല്ലിന്റെ അകത്ത് വരുന്ന എത്രയാണ്? എൽ ഷെല്ലിന്റെ അകത്ത് ആദ്യത്തെ 2. പിന്നെ എൽ ഷെല്ലിന്റെ അകത്ത് വരുന്നത് എത്രയാണ്? എൽ ഷെല്ലിന്റെ അകത്ത് വരുന്നത് മൊത്തം 11 ആണ് വരുന്നത്. 8 ആണ് വരുന്നത്. എൽ ഷെല്ല് 8. പിന്നെ അടുത്ത് വരുന്നത് എം ഷെല്ലിന്റെ അകത്ത് വരുന്നത് എത്രയാണ്? എം ഷെല്ലിന്റെ അകത്ത് 1 ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ 11. 2 + 8 + 1 അങ്ങനെ ടോട്ടൽ 11 ആണ് വരുന്നത്. ഇനി അടുത്തത് നമ്മളോട് ആർഗന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 18 ആണ് വരുന്നത്. ആദ്യത്തെ ഷെല്ലിന്റെ അകത്ത് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ എല്ലിന്റെ അകത്ത് എത്രയാണ് വരുന്നത്? എല്ലിന്റെ അകത്ത് വരുന്നത് 8 ആണ് വരുന്നത്. ഇനി അടുത്ത 18 ആണ് ടോട്ടൽ ഉള്ളത്. എല്ലിന്റെ അകത്ത് ഇവിടെ വരുന്ന 8 വരും, പിന്നെ ഒരു 8 കൂടെ. അപ്പൊ ടോട്ടൽ 18 ആണ് നമുക്ക് വരുന്നത്. ഇവിടെ ഒരു 8 കൂടെ വരും. ടോട്ടൽ നമുക്ക് എത്രയാണ് വരുന്നത്? 18 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഈ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി. എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി.
അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ, അതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ സബ് ഷെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെൽസ് എങ്ങനെയാണ് നമ്മൾ KLM ഷെൽസ് എങ്ങനെയാണ് വരുന്നത്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നത് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സര പരീക്ഷകൾ സംബന്ധമായ വിവരങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.